നാത്തൂൻ്റെ പിള്ളേരെ പീഡിയക്കച്ചവടം കുറച്ച് പടക്കവും മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവർക്ക് നേരം പോക്കിന് വേണ്ടിയിട്ട് ദൂരത്തോട്ടൊന്നും കളിക്കാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിന് ഉമ്മർ തന്നെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇട്ടിട്ടപ്പോൾ പിന്നെ അവരുടെ വെക്കേഷൻ അങ്ങ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് വന്നതാട്ടോ. അപ്പോൾ അവിടെ ചാമ്പയ്ക്ക പറിക്കുകയാണ്. പേടിച്ചു പോയിട്ടാ. ഇത് വിഷുവിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഈ ഒരു ചാമ്പമരം ഞാനും ഏട്ടനും കൂടെ കുഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇവരുടെ ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് എവിടെന്നോ കിട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നിറച്ചും ചാമ്പയ്ക്കുണ്ട്. ഇതിപ്പോൾ റോഡ് സൈഡ് ആയതുകൊണ്ടേ ചാമ്പയ്ക്ക് അധികം ഉണ്ടായിട്ട് അങ്ങനെ നിൽക്കൊന്നുമില്ല. ആരെങ്കിലൊക്കെ പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാം. ഞാൻ തന്നില്ല കേട്ടോ. വാഗുടോ കൈ കഴുകിയിട്ട് വാഗുടോ. അങ്ങനെ അവിടുന്ന് ചായയും ഉണ്ണിയപ്പവും മിച്ചറൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. ഇത് വീട്ടിൻ്റെ അവിടേക്ക് പോണ വഴിയാട്ടാ. ഈ ഒരു കായല്ലേ, അത് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊക്കെ ഈ ഒരു കായ ഉണ്ടായിട്ട് ഞാൻ കഴിച്ച പോലെ ഒരു ഓർമ്മ എനിക്കുണ്ട്. അതിന് നല്ല രസമുണ്ട്. ഞാൻ കുന്ന് കയറി വന്നതിൻ്റെ ക്ഷീണമാണ്. ഞങ്ങൾ വീട് കുന്നിൻ്റെ മേലെ കേട്ടോ. കണ്ടോ, അതങ്ങോട്ട് താഴ്ചയാണ്. അങ്ങനെ താഴ്ചയെന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ ഇനിയും മേലോട്ട് കയറാനുണ്ട്. ഇനിയും ഒരു ചെറിയ കയറ്റവും പിന്നെ ഒരു വലിയ കയറ്റം കൂടെ ഉണ്ട്. ഇതുപോലെ അവിടെ നിന്നൊരു വളവുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു കയറ്റുണ്ട്. പണ്ടത്തെ പല കാര്യങ്ങളും മറന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വയസ്സായിട്ട് പോലും ഇല്ല, അപ്പോഴേക്കും മറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ കായനെ പറ്റി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇനി ഞാൻ കയറി വന്ന കയറ്റം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇതുണ്ടോ, കുത്തനൊരു കയറ്റം അങ്ങോട്ട്, ഇറക്കം അങ്ങോട്ട്, പിന്നെ അവിടെ നിന്ന് ഇത്തിരി നിരപ്പായിട്ട് വീണ്ടും കുത്തനെ താഴത്തോട്ടൊരു ഇറക്കം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.